إن الدين عند الله الإسلام الله مولانا ബഹുമാനികളെ, റമദാൻ മാസത്തിലേക്കുള്ള രണ്ടാമത്തെ ദിവസമാണ്. ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ വളരെ സ്തുതിക്കേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ റമദാൻ മാസത്തിൽ അല്ലാഹുവിനോട് ഞങ്ങളെല്ലാം ദുആ ചെയ്തിട്ടുണ്ട്. അടുത്ത കൊല്ലം നമ്മൾക്ക് ഈ പള്ളിയിൽ ഇതുപോലെ തന്നെ ഒരുമിച്ച് കൂടി നിസ്കരിക്കാനുള്ള തൗഫീഖ് ചെയ്യേണ്ട അവസ്ഥ എന്ന് എല്ലാവരും പ്രേരിച്ചിട്ടുണ്ട്. അതിന്ന് ഞാൻ മനസ്സിലാക്കിയിടത്തോളം അതിൻ്റെ ഇടയിലാരും മരിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ ആയുസ്സിനെ നീളമാക്കി തരട്ടെ. അടുത്ത കൊല്ലം നിസ്കരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു ചെയ്തു തരട്ടെ. അപ്പൊ ഇങ്ങനെയുള്ള ഈ നിഅമത്തിലേക്ക് ശുക്ർ ചെയ്യുക എന്നുള്ളത് വാജിബാണ്. അല്ലാഹു ചെയ്ത നിഅമത്തിന് ശുക്ർ ചെയ്യണം. നമ്മൾ ഉദാഹരണം പറയുമെങ്കിൽ, ഇന്നലെ ഒരു സ്ഥലത്ത് തന്നെ ഒരാളെ സുഖമില്ല എന്ന് കുറിച്ച് നല്ലോണം മനസ്സിലാക്കേണ്ട വിഷയം. അയാൾക്ക് എന്താണ് സൂക്കേട്? നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകാൻ പോയി ബാത്റൂമിൽ മുദ്രിക്കാൻ വേണ്ടി പോയിട്ട് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഒരു ഇത്തരത്തിലുള്ള ഒരു കല്ല്, ഒരു കുരങ്ങ് വന്നിരിക്കുന്ന നീക്കിട്ടത് കാലിൽ. അത് അര സെക്കൻഡിൽ താമസിച്ചെങ്കിൽ അയാൾ മരിക്കുന്നതാണ്. അത് വീണത് കാലിലേക്കുള്ള ദർമിലേക്ക്, രണ്ട് കാലിലേക്കുള്ള ദർമിൽ കൂടി ഡോക്ടർ പറഞ്ഞ ഒരു ദർമിൽ മുറിച്ചെടുക്കേണ്ടി വരും. ഒരിക്കലും പണക്കാരനും കൂടി അതിൻ്റെ സുഹൃത്താണ്. അപ്പോ ഞാൻ പോയിട്ട് നോക്കിയിട്ട് പറഞ്ഞ അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ അയാൾക്ക് അല്ലാത്തൊരു പ്രശ്നം. ഇത്രയും വലിയ മുസീബത്ത് ഇയാൾ അല്ലാഹുവിനെ സ്തുതിച്ചല്ലേ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലാഹുവിനെ സ്തുതിക്കലല്ലേ ഉണ്ടായത്. കാര്യം അങ്ങനല്ലേ? അല്ല, അത് അല്ലാഹു ചെയ്ത ഏറ്റവും വലിയ നിഅമത്താണത്. ഒരു അര സെക്കൻഡ് മുന്നോട്ട് പോയാലും മരിക്കട്ടായിരുന്നു. ആ അര സെക്കൻഡിൽ അല്ലാഹു കാത്ത് അയാളെ കർലിനിക്കുള്ള കൊടിയിലേക്ക് അടിച്ചു. എന്നിട്ട് കാലിക്കുള്ള കർമ്മം മുറിക്കേണ്ടി വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പൊ ഇയാള് പല പരിപാടികളും വിട്ടിട്ടുണ്ടാവും. നാളെ ഞാൻ ഇന്ന സ്ഥലത്ത് പോകും, ഇന്ന സ്ഥലത്ത് പോകും, ഇന്ന സ്ഥലത്ത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടുണ്ടാവും ആ പോയ സ്ഥലത്ത് ഇയാൾ എന്തെങ്കിലും ആപത്തിൽ മരിച്ചു പോകും എന്ന് അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെയ്തത് നിഅമത്താണ്. അത് അല്ലാഹുവിനുള്ള ഖദർ രണ്ട് തരത്തിലുണ്ട്. ഖദർ മുഅല്ലഖായ ഖദർ എന്നൊരു ഖദർ, അതുപോലെ തന്നെ മുബ്രമായ ഖദർ. രണ്ട് ഖദർ. മുബ്രമായ ഖദ എന്ന് പറഞ്ഞാൽ ഫമാലി മുബ്രമിഹി തബ്ദീൽ, അല്ലാഹു നിശ്ചയിച്ചാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും, പിന്നെ ഒന്നും മാറില്ല. ഇതിനിക്ക് മുബ്രമായ ഖദ എന്ന് പറയും. മുഅല്ലഖായ ഖദ എന്ന് പറഞ്ഞാൽ ഇതിനിക്ക് മുഅല്ലഖ് എന്ന് പറയും, ഒന്ന് തൂക്കിട്ട് വെക്കുന്നില്ല. അപ്പൊ അല്ലാഹു തആല ആ കല്ലിനെ അവിടത്തേക്ക് പിയ്യൽ ഒരു മുഅല്ലഖായ ഖദായ്ക്ക് വിളിച്ചിട്ടാണ്. മറ്റസ്ഥലത്ത് പോയി കളയേണ്ടവരുണ്ട്. ഇവിടെ എന്റെ കാല് പൊട്ടിട്ട് ഇവിടെ നിൽക്കണോ? അവൻ അല്ലാഹു കുറച്ച് കാലിനെ ജീവിപ്പിക്കണം. ഉദാഹരണം എന്നൊന്ന് ഞാൻ പറയാം. അല്ലാഹുവിന്റെ മുഅല്ലഖായ ഖദായിൽ അല്ലാഹു തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. മസ്ജിദിലുള്ള ഉസ്താദ് അബ്ദുള്ള എന്ന് പറയുന്ന ഒരാളെ 12 മണി ഉച്ചയ്ക്ക് വിളിക്കും. ആ വിളിച്ചിട്ട് അയാൾ ഉസ്താദിന്റെ അടുക്കലേക്ക് പോയാൽ അയാളെ രക്ഷപ്പെടും. ഉസ്താദ് വിളിക്കാണ്ട് അങ്ങോട്ട് പോയാലോ അയാൾ പാമ്പ് കടിച്ചു മരിക്കും എന്ന് അല്ലാഹുവിന്റെ തീരുമാനം കൊടുക്കാം. മനസ്സിലായോ? അങ്ങനെ ഈ അബ്ദുള്ള ഉസ്താദികളിൽ നിന്ന് അബ്ദുള്ള അതിലെ കൂടി വരുന്നു. വന്ന് ഇങ്ങനെ എത്തുമ്പോൾ പാമ്പ് അതിലെ കൂടി ഇങ്ങോട്ടും വരുന്നു. മനസ്സിലാക്കണം. മുഅല്ലഖായ ഖദ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അങ്ങനെ ഈ പാമ്പ് അങ്ങനെ വന്ന് ഇവിടെ എത്താനാവുമ്പോഴാണ് ഉസ്താദ് വിളിച്ചത്. ഇവൻ നേരെ ഇങ്ങോട്ട് വന്നു. പാമ്പ് അതിന്റെ കൂടി വന്നു. ഉസ്താദ് വിളിച്ചിട്ട് പോയില്ലെങ്കിലോ ആ പാമ്പ് ഇവന്റെ കാലിലേക്ക് കടിച്ചിട്ട് മരിച്ചു. അങ്ങനെ അല്ലാഹുവിന്റെ മുഅല്ലഖായ ഖദ എന്നും മുബ്രമായ ഖദ എന്നും രണ്ട് ഖദ അല്ലാഹു തആല തീരുമാനിച്ചു. കേട്ടോ?
അപ്പോൾ ആ മുബറമായ ഖദയിലും മുഅല്ലഖായ ഖദയിലും അല്ലാഹു എന്ത് തരും അത് ഉണ്ടാവും. അങ്ങനെ ചെയ്തതിൽ എന്തുണ്ടാവും? ചിലപ്പോൾ നമ്മൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമായെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്തുതിക്കണം. അൽഹംദുലില്ലാഹ്, പടച്ചവനെ നീ ചെയ്തത് എനിക്ക് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു നിഅമത്താണ് എന്ന് മനസ്സിലാക്കണം. അങ്ങനെയുള്ള ഒരു നിഅമത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ചെയ്യുന്നത്. അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ വഈദുൽ മുഅ്മിനീൻ. എല്ലാവർക്കും അറിയാം, മാനിക്ക് അറിയും, നിനക്കറിയാം. അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ. ഹജ്ജ് ജുമുഅ എന്ന് പറഞ്ഞാൽ ഫഖീറിന് മുസ്ലിമാർക്കുള്ള ഒരു ഹജ്ജാണ്. ഹജ്ജിന് പോകാൻ വേണ്ടി സാധിക്കുന്ന ആൾക്ക് പണം പൈസ പോകാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ മാത്രമേ പോകണം. പോകാൻ പൈസ ഇല്ലാത്ത ആൾക്ക് ഹജ്ജ്, ആ ഹജ്ജാണ് ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകിൻ. മുസ്ലിമാർക്കുള്ളയും ഫഖീറന്മാർക്കുള്ള ഹജ്ജാണ്. മാത്രമല്ല വഈദുൻ ലിൽ മുഅ്മിനീൻ. ഇതാണ് നിങ്ങൾ പഠിച്ചത്. ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകിൻ വഈദുൽ ലിൽ മുഅ്മിനീൻ. ഇങ്ങനെയുള്ള ഈ ജുമുഅ ദിവസത്തിൽ 2 റക്അത്ത് നമസ്കാരത്തിന് പകരം 2 ഖുതുബ. ആ ഖുതുബ ഓതണമെങ്കിൽ മറ്റുണ്ടായ ഖുതുബ പോലല്ല. മറ്റുണ്ടായത് പ്രസംഗിക്കാൻ ഇപ്പൊ എനിക്ക് നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒതുണ്ടായിരിക്കാൻ ഷർത്തില്ല, ഔറത്ത് മറക്കൽ ഷർത്തില്ല. ഔറത്ത് മറക്കാൻ തുണി മാറ്റിട്ട് പറഞ്ഞതല്ലേ. ഒരുപക്ഷെ ഇവിടെ തുണി വലിച്ച് ദ്വാരമുണ്ട്, നിസ്കാരം ചെയ്യാം. പിന്നെ പ്രസംഗിക്കൽ കഴിയാവും. ഖുതുബ എന്ന് പറയുന്ന ആ പ്രസംഗം കഴിയാവില്ല. ഔറത്തിനെ മറക്കണം, നിജീസ് ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെയുള്ള ഈ ഖുതുബയിലേക്ക് ഇമാമ് മിമ്പറിലേക്ക് കയറിയാൽ ആ ഖുതുബയിലേക്കുള്ള ചില ഷർത്തുകളും ഫറദുകളും ഉണ്ട്. ആ ഫറദിൽപ്പെട്ട ഒന്നാണ് ആദ്യം കയറിയ ഉടനെ സലാം പറഞ്ഞതിന് ശേഷം പറയേണ്ടത് അൽഹംദുലില്ലാഹ് എന്ന് പറയും. എന്ത് കാരണം? അതിലുള്ള അലിഫ്ലാം ഉണ്ട്. അൽ എന്ന് പറയുന്നത് അലിഫ്ലാം, അതിലേക്ക് ഇസ്തിഗ്ഫാറാക്കുന്ന പേരുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ആര് ഏത് നിഅമത്തിന് പിന്നെ അൽഹംദു പറയുന്നെങ്കിലും അത് അല്ലാഹുവിനിക്കാണ്, അല്ലാതെ മറ്റൊരാൾക്കും ഉണ്ടാവില്ല. എന്ത് ചെയ്യുന്നെങ്കിലും കക്കൂസിലേക്ക് പോയി മറക്കിരിക്കാൻ വേണ്ടി ഇടുന്നു പാടി പാടി പോയിട്ട് ഉസ്താദ് കൂടി കളിച്ചിട്ടുണ്ട് വരും. ബോധം പോകും, ഇത് ഉള്ളൊന്ന് ഇളയിച്ചു. അങ്ങനെ പോയി കക്കൂസിലേക്ക് പോയിട്ട് ഇയാളെ അള്ളാഹുവിന്റെ ഹാജത്ത് എന്ന് പറയും. ഹാജത്തിന് വീട് അതെല്ലാം പൂർത്തിയായിട്ട് പുറകെ പുറത്ത് വന്നിട്ട് എന്തെന്ന് പറയണോ? നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞാന്നോ ആടെ പോയി ഉസ്താദിനെ ഒന്ന് നീക്കിയിട്ട് കക്കൂസിലേക്ക് പോയി നോക്കുമ്പോൾ ആടെ മുപ്പരി കൂട്ടിയില്ലെങ്കിൽ ഉണ്ടാവും. എന്ത് ചെയ്യും? അങ്ങനെ പോയി കക്കൂസിലേക്ക് പോയിട്ട് പുറത്തേക്ക് കീഞ്ഞാല് പിന്നെ നീ എന്ത് ചെയ്യണം? പടച്ചവനെ ഇത്തരം മഷത്തത്തിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയത് കൊണ്ടിട്ട് അൽഹംദുലില്ലാഹ്. മനസ്സിലായി? ആ കക്കൂസിലേക്ക് പോയിട്ട് പുറത്തേക്ക് വരുമ്പോൾ ചെയ്യുന്ന അൽഹംദുലില്ലാഹി എന്ന് മാത്രം അൽഹംദുലില്ലാഹ് അല്ലദീ അദ്ഹബ അന്നിൽ അദാ വഅഫാനി. എന്റെ ഈ ബുദ്ധിമുട്ട് പണ്ടെന്റെ ഉള്ളുന്ന അടിയും കുടിയെല്ലാം ആയതെല്ലാം നീ രക്ഷപ്പെടുത്തിട്ട് നല്ല ആഫിയത്തായിട്ട് നീ തന്ന റബ്ബേ എന്ന് നീ സ്തുതിക്കണം. നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പൊ ആ അൽഹംദു എന്ന് പറയുന്ന സ്തുതി നമ്മൾക്കുള്ള എല്ലാ ഓരോന്നിനും മൂത്തരിക്കുന്ന അവസരത്തിൽ ആ മൂത്തരിച്ചിട്ട് വന്നതിന് ശേഷവും അൽഹംദുലില്ലാഹ് പറയണം. ഒരു പ്രാവശ്യം ഞാൻ ഇടയിൽ പോയിട്ട് വരുമ്പോൾ മൂത്തരത്തിന്റെ ഇഷ്ടമാണെന്നതിന് മൂത്തരടിഞ്ഞു മലപ്പുറത്ത് റൂമാക്കി കടന്ന് എന്താ ചെയ്ത് മൂത്തരം വന്നില്ല. അവസാനമാണെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ 2 മോനെ കൊടുക്കുന്ന ചെലവായി അതിന് മൂത്തരിച്ചു. അപ്പോൾ ഒരു മൂത്തരിക്കാൻ 3000 രൂപ ചെലവാക്കിയത് മൂത്തരിക്കുന്നതാണ്. മൂത്തരത്തിന് നമ്മൾ ഭാഗത്ത് കക്കൂസിൽ പോയിട്ട് ഇരുന്നിട്ട് മൂത്തരിക്കുക എന്നുള്ള നീയത്ത് കൂടാതെ ഇരിക്കുമ്പോൾ തന്നെ മൂത്തരം കൊണ്ടുപോയി. ഇരുന്നാടനെ മൂത്തരിക്കുന്നെങ്കിൽ പള്ളി നീക്കും മൂത്തരിക്കണ്ടേ? അത് വേണ്ട. ആ കക്കൂസിൽ പോയിട്ട് ഇരുന്നിട്ട് വീട്ടിയോ എന്ന് പറയൽ കൂടാതെ കണ്ട് മൂത്തരൻ അങ്ങനെ ശരിക്കും പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ മൂത്തരം പോകുന്ന അത് ഒരു ബുദ്ധിമുട്ടിലാണ് 3000 രൂപ ചെലവാക്കാണ്ട് മൂത്തിരിക്കുന്ന ആ അവസരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അല്ലാഹുവിനെ സ്തുതിക്കണം.
ഇങ്ങനെയുള്ള സ്തുതി വെള്ളിയാഴ്ച എന്ന് പറയല് അത് ഫർളാണ്. അത് പറഞ്ഞില്ലെങ്കിൽ ജുമാ സഹിയാവില്ല. അൽഹംദുലില്ലാഹ് എന്നും പറയും, ഇന്നൽ ഹംദ എന്നും പറയും. അത് ആദരവാക്കപ്പെട്ട റസൂലുള്ളാഹ് ഖുതുബയുടെ തുടക്കത്തിൽ അധികം പറഞ്ഞത് ഇന്നൽ ഹംദലില്ലാഹ് എന്ന് പറയുന്നു. കഴിയുന്നതും ആ റസൂലുള്ളാഹിനോട് യോജിക്കുന്നതാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രവൃത്തി കൊണ്ടും തങ്ങൾക്കുള്ള വാക്കുകൊണ്ടും എല്ലാത്തോടും യോജിക്കൽ നല്ലതാണ് നമ്മൾക്ക്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയുള്ള ആ ഹംദ് നമ്മളെന്നുള്ള എല്ലാ ഓരോരുത്തരും നിസ്കാര ദിവസത്തിന്റെ 17 പ്രാവശ്യം ഞങ്ങൾ അല്ലാഹുവിനോട് പറയുന്നു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലം അല്ല, ആലം എന്ന് പറഞ്ഞാൽ ലോകം, ഒരു ലോകം, നമ്മളെ ഈ ഭൂമി നിൽക്കുന്ന ഇതിനെ ജമ്മാക്കിയിട്ട് അല്ലാഹു പറഞ്ഞ ആലമീൻ ഒന്നല്ല. ആകാശവും ഭൂമിയും ഗാലക്സികളും നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും ഇങ്ങനെയുള്ള പല സാധനങ്ങൾ ഒരുമിച്ച് കൂടി ആവുന്നതിനാണ് ആലമീൻ എന്ന് പറയുന്നത്. ഇങ്ങനത്തെ മുഴുവൻ ആലമിനെയും സർവസ്തുതിയും അല്ലാഹുവിനാണ് എന്ന് പറയണം. ഇതാണ് നമ്മൾക്ക് ഇത് നമ്മുടെ ഒപ്പം നിന്നാണ്ടായിരുന്നു. ഇതിനെ പറയുന്നത് ഫർളാണ്. ഖുതുബ ജുമാ സഹിഹാണെങ്കിൽ പറഞ്ഞിട്ടേ വേണം. പള്ളൽ ഉറച്ച് തിന്നിട്ടോ ആ പള്ളെല്ലാം നിറച്ചു നമുക്ക് സൂക്ഷിക്കണം. നാളെ തിന്നാനുണ്ടെന്ന് വിചാരിച്ചോളൂ കേട്ടോ. ഒരതിർത്തി അങ്ങനെ ആ തിന്നിന് പള്ളെല്ലാം നിറഞ്ഞിട്ടാവും. പിന്നെ എന്താ പറഞ്ഞിട്ടില്ല. പക്ഷേ അൽഹംദുലില്ലാഹി അല്ലദീ അത്അമനി വസഖാനി മിൻ ഗൈരി ഹവലിൻ മിന്നി വലാ ഖുവ. ഇത് പറയണം. എന്താ ഇതിന്റെ മാന? ഇതെല്ലാം മാന പഠിച്ചിട്ടില്ല, ലഫ്ള് മാത്രമേ പറയൂ, അതും പറ്റില്ല. അൽഹംദുലില്ലാഹി അല്ലദീ ഒരു റബ്ബിനെ ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹി പറ്റി ഞാൻ പറഞ്ഞു. അത്അമനി എനിക്ക് അവൻ ഭക്ഷിപ്പിച്ചു, വസഖാനി വെള്ളം കുടിപ്പിച്ചു, മിൻ ഗൈരി ഹവലിൻ മിന്നി വലാ ഖുവ എന്റെ വക്കന്നുള്ള ഒരു ശക്തി കൊണ്ടിട്ടല്ല. അല്ല ഇത് മുഴുവൻ റബ്ബുൽ ഇസ്സത്തായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുവത്ത് കൊണ്ടിട്ടാണ് ഞങ്ങൾക്ക് തീറ്റിച്ചത്, ഞങ്ങൾക്ക് കുടിപ്പിച്ചത്. അവൻ ഉദ്ദേശിച്ചില്ലെങ്കിൽ അത് ഉണ്ടാവില്ലായിരുന്നു. എനിക്കൊന്ന് ഇന്നൊരു കുട്ടിയുടെ വന്നിട്ട് ഉസ്താദ് ഈ കുട്ടി ഒന്നും തിന്നുന്നില്ല. മുമ്പ് ഭയങ്കര തീറ്റായിരുന്നു, ഇപ്പൊ തിന്നലേ. എന്താ? അല്ലാഹു തആല ആ നാവിനിക്ക് തിന്നലിക്കുള്ള രസത്തിന്റെ സ്റ്റോപ്പായി. പനിച്ചേനുണ്ട്. മോനെ എന്തെങ്കിലും തിന്നോ, നിനക്ക് വേണ്ടോ, മനക്ക് തിന്നാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തെങ്കിലും കഞ്ഞിന്റെ വെള്ളം മുമ്പോ കല്യാണത്തിന് പോയാല് ബിരിയാണി അടിക്കുന്ന അടി ആ രുചിന് അല്ലാഹു കൊടുത്തിട്ടുണ്ട്, ആ രസത്തിന് അല്ലാഹു കൊടുത്തിട്ടുണ്ട് വേണ്ട നാവിലേക്ക്. ഇപ്പോഴോ ഇല്ല. അതുകൊണ്ടിട്ടാണ് പറയുന്നത് അൽഹംദുലില്ലാഹി അല്ലദീ അത്അമനി എനിക്ക് ഭക്ഷിപ്പിച്ചു, വസഖാനി എനിക്ക് കുടിപ്പിച്ചു, മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ എന്റെ വക്കെന്നുള്ള ഒരു ശക്തി കൊണ്ടിട്ടല്ല. ഇതെല്ലാവരും പാടാക്കി ചെല്ലണം. എന്റെ സ്വന്തം ശക്തി കൊണ്ട് തിന്നാൻ സാധിച്ചില്ല, കുടിക്കാൻ സാധിച്ചില്ല. എത്ര കൊല്ലം ഞാൻ വിട്ടിട്ട് തിന്നാൻ പറ്റുന്നു. ഇതാണ് അല്ലാഹു തആല നമ്മൾക്ക് ചെയ്ത നിഅമത്തിന് വളരെ അധികം ഭാര്യയുമായിട്ട് ബന്ധപ്പെടുന്ന അവസരത്തിൽ, ബന്ധപ്പെട്ടതിന് ശേഷവും എല്ലാ അവസരത്തിലും അൽഹംദുലില്ലാഹ് വേണം. അതില്ല അത് എല്ലാത്തിനും പറഞ്ഞാൽ ഒരു മരം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ചെടി, ആ ചെടിനിക്കും അല്ലാഹുവിന്റെ നിഅമത്ത് അങ്ങോട്ട് ഇല്ലാത്ത ഒരു സംഗതിയില്ല. ഇത് വളരെ അധികം ചെറുപ്പക്കാരായ നിങ്ങൾ മനസ്സിലാക്കി. ഇവിടെ നമ്മൾക്ക് പല സാധനങ്ങളും ബാങ്കോട്ട് കിട്ടുന്നു. നമ്മൾക്ക് കൂടുതൽ അത്യാവശ്യമുള്ള സാധനം എന്തോ നോക്കാം, വെള്ളം, ഓക്സിജൻ. വെള്ളം കുടിക്കാണ്ട് 15 ദിവസം ജീവിക്കാം, ഒരു ബുദ്ധിമുട്ടില്ല. കാറ്റില്ലാണ്ട് 1 സെക്കൻഡ് ലിഫ്റ്റിൽ പോകുമ്പോൾ സ്വിച്ച് ഓഫ് ആയി പോയി.
മുട്ടിപ്പോയി ശ്വാസം എടുക്കാൻ സാധിക്കുന്നില്ല എനിക്ക്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ ഓക്സിജൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് 4 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് വരുമ്പോൾ 18,000 രൂപ ഉണ്ട്. അതിന് 3,000 രൂപ ഓക്സിജൻ ജീവിക്കാൻ വേണ്ടി അല്ലേ? നിനക്ക് എന്തെങ്കിലും ഇങ്ങനെയുള്ള ആ ശ്വാസത്തിനും അതും അല്ലാഹു തആല തന്നത് ഭയങ്കര അത്ഭുതപ്പെട്ടതാണ്. വെള്ളത്തിന്റെ ഉള്ളിൽ താമസിക്കുന്ന മീൻ, ആ മീനിനടുത്ത് പുറത്തിട്ട് അപ്പം തന്നെ ചത്തുപോകും. ഓക്സിജൻ ഇല്ലാണ്ട് നിന്നെടുത്തിട്ട് വെള്ളത്തിലിട്ട് അപ്പം തന്നെ നീ മരിക്കും. അത് വേണ്ടി നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ഓരോരോ തരത്തിന്റെ ഖുവ്വത്ത് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള മുഴുവൻ നിഅമത്ത് ഞങ്ങൾക്ക് ഉണ്ടാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അല്ലാഹുവിനെ സ്തുതിക്കണം. ആ സ്തുതിയുടെ ഏറ്റവും വലിയ ലഫ്ളാണ് അൽഹംദുലില്ലാഹ്. മതാബുദ്ദ മുസ്ലിമ മുസ്ലിം എന്താ? അതൊക്കെ ദമാമിൽ ഞാൻ പോയി എടുത്തോ വന്നിട്ട് ബസ്സിലിറങ്ങിയിട്ട് രാത്രി ആയിപ്പോയി ഫോൺ ചെയ്യുമ്പോൾ എൻ്റെ ആൾക്കാരാണ് ഫോൺ എടുക്കുന്നത്. പിന്നെ പിടിച്ചിടുന്ന പോലീസാണ്. പോലീസിൻ്റെ അടുത്ത് ഞാൻ പോലീസ് ഇങ്ങനെ ബുദ്ധിമുട്ടായിട്ടുണ്ട്, താമസിക്കാൻ സ്ഥലമില്ല. അങ്ങനെ റൂമിൽ കൊണ്ട് ചോദിച്ചിട്ട് മുസ്ലിമാണോ എന്നോട്. അന്ന് തന്നെ കാണാൻ തടിയും താടിയും ഇങ്ങനെ ഉണ്ടായിരുന്നു. എന്നിട്ട് ചോദിക്കുന്ന മുസ്ലിം, ഞാൻ അൽഹംദുലില്ലാഹ്. ഒപ്പനോട് നീ മുസ്ലിം ഉറപ്പില്ല പോവാൻ. അപ്പൊ സുഹൃത്ത് അപ്പൊ നിന്നോട് ഒരാൾ ചോദിച്ചു അമുസ്ലിം എന്നെന്താ, നീ മുസ്ലിമാണോ എന്ന് ചോദിച്ചാൽ എന്തെന്ന് പറയേണ്ടത്? ഞാൻ അല്ല, അൽഹംദുലില്ലാഹ് അല്ലാഹു തആല എനിക്ക് ചെയ്ത ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു നിഅമത്താണ് എന്ന് അല്ലാഹുവിനെ സ്തുതിക്കണം. ഇൻഷാ അല്ലാഹ് എനിക്ക് അദ്ദേഹത്തിന് വേണ്ടി വരും. അതുകൊണ്ട് പ്രസംഗിക്കുകയാണെങ്കിൽ കേൾപ്പെടുന്ന ആശുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും സമാധാനത്തിൽ ഇരുന്നോളി. അല്ലെങ്കിൽ പോയി ബുദ്ധിമുട്ടായിട്ട് ഞാനെന്നെ ബുദ്ധിമുട്ടുണ്ട്. ഒരു ഉസ്താദിനെ കൊണ്ടു നിർത്തി അയാൾ വന്നിട്ട് കുറെ ആഫിയത്ത് അധികമുണ്ട്. അതുകൊണ്ടിട്ട് അല്ലാഹു തആല നമ്മൾക്ക് എല്ലാവർക്കും നല്ല ഇബാദത്ത് എടുക്കാനുള്ള ഖുവ്വത്തും തൗഫീഖും ഇഖ്ലാസും ഈമാനും അല്ലാഹു പ്രദാനമായി തരണേ. റമദാനിലെ ഈ രാത്രി എത്രയോ ആൾക്കാർ നിന്നെക്കൊണ്ട് കൈവേർത്ത് ആ ദുആരക്കുന്ന ദുആയിൽ സാധുക്കളായി ഞങ്ങൾ നീ പെടുത്തണേ പടച്ചവനെ. ഞങ്ങൾ ഈമാൻ നീ സലാമത്താക്കണേ പടച്ചവനെ. ആഫിയത്തിനെ തരണേ പടച്ചവനെ. ഇബാദത്ത് എടുക്കാനുള്ള തൗഫീഖ് നീ ചെയ്യണേ പടച്ചവനെ. തന്ന നിഅമത്തിൽ ബർക്കത്തും റാഹത്തും ചെയ്യണേ പടച്ചവനെ. ബുദ്ധിമുട്ടിനെ തൊട്ട് കടത്തിനെ തൊട്ട് രക്ഷപ്പെടുത്തണേ പടച്ചവനെ. പല ആൾക്കാർ പലതരത്തിന്റെ ലോകത്തിലുള്ളവർക്ക് ലോകം നീ ശിഫിയാക്കണേ പടച്ചവനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على